ഹരേ കൃഷ്ണ. നാരായണീയം ദശകം 5 ശ്ലോകം 6. സോഹം ച ത്രിഗുണക്രമാ ത്രിവിധാം ആസാദ്യ വൈകാരികോ ഭൂയസ്തൈജസതാമസാ വിധി ഭവൻ നാദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശ വാതാർക്കപാശ്വശ്വിനോ വന്നീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ഈ അഹങ്കാര തത്വമാകട്ടെ ത്രിഗുണങ്ങളെ അനുസരിച്ച് 3 വിധമായി പിരിഞ്ഞ് വീണ്ടും വൈകാരികം, തൈജസം, താമസം എന്നിങ്ങനെ 3ആയി തീർന്ന് അവയിൽ ആദ്യത്തേതായ വൈകാരികാംശമായ സത്വരൂപം കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കളായ ദേവന്മാരായ ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വനി ദേവകൾ എന്നിവരെയും അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി, ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ എന്നിവരെയും സൃഷ്ടിച്ചു. അഹങ്കാര തത്വം സത്വ, രജോ, തമോ ഗുണങ്ങൾ അനുസരിച്ചിട്ട് 3ആയി തിരിഞ്ഞു. സാത്വിക അഹങ്കാരമായ വൈകാരികം, രാജസിക അഹങ്കാരമായ തൈജസം, താമസിക അഹങ്കാരമായ താമസം. ഈ വൈകാരിക തത്വത്തിൽ നിന്ന് നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും അന്ധകരണങ്ങളുടെ അടിസ്ഥാന ദേവതകളെയും സൃഷ്ടിച്ചു. അപ്പം ജ്ഞാനേന്ദ്രിയങ്ങളായ ചെവിയുടെ ദേവനാണ് ദിക്ക്, ത്വക്കിന് വായു, കണ്ണിന് സൂര്യൻ, നാവിന് വരുണൻ, മൂക്കിന് അശ്വിനി ദേവതമാർ. കർമ്മേന്ദ്രിയങ്ങളായ വാക്കിൻ്റെ ദേവൻ അഗ്നിയാണ്. കൈകളുടെ ദേവൻ ഇന്ദ്രൻ, പാദങ്ങൾക്ക് ഉപേന്ദ്രൻ, പായു അല്ലെങ്കിൽ മലദ്വാരത്തിന് മിത്രൻ, ഉപസ്ഥം അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിന് പ്രജാപതി എന്നിതാണ് അടിസ്ഥാന ദേവതകൾ. അന്ധകരണങ്ങളായ മനസ്സിൻ്റെ ദേവൻ ചന്ദ്രനും, ബുദ്ധിയുടെ ദേവൻ ബ്രഹ്മാവും, അഹങ്കാരത്തിൻ്റെ ദേവൻ രുദ്രനും, ചിത്തത്തിൻ്റെ ദേവൻ ക്ഷേത്രജ്ഞനുമാകുന്നു. അങ്ങനെ സാത്വിക അഹങ്കാരത്തിൽ നിന്നുണ്ടായ സൃഷ്ടിയെക്കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.